أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولنبلونكم بشيء من الخوف والجوع ونقص من الأموال والأنفس والثمرات وبشر الصابرين الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون أولئك عليهم صلوات من ربهم ورحمة وأولئك هم المهتدون. السلام عليكم ورحمة الله. الحمد لله الذي هدانا بالقرآن العظيم والصلاة والسلام على من أرسله لتبليغ القرآن وبيانه خاتم النبيين وعلى آله وصحابته أجمعين أما بعد اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم يريدون ليطفئوا نور الله بأفواههم والله متم نوره ولو كره الكافرون. സ്റ്റേജിലും സദസ്സിലുമായി സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, മറ്റു സഹോദരന്മാരെ, സഹോദരികളെ, അടുത്തു നിന്നും അകലെ നിന്നുമായി ഈ ശബ്ദം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന നല്ലവരായ നാട്ടുകാരെ, ഇന്നും നാളെയും മറ്റന്നാളുമായി 3 ദിവസമായി നീണ്ടു നിൽക്കുന്ന വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനും അതിൻ്റെ പോഷക ഘടകങ്ങളും സംയുക്തമായി നടത്തുന്ന മറക്കാതിരിക്കുക മുന്നറിയിപ്പുകളെ എന്ന പ്രമേയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ലൈറ്റ് കോൺഫറൻസാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്നത്. കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും ഇതുപോലുള്ള സന്ദേശവുമായി കൊണ്ട് സമൂഹത്തിൻ്റെ മനസാക്ഷിയെ തൊട്ടുണർത്തിക്കൊണ്ട് അവരുടെ മനസ്സും കാതും കണ്ണുമെല്ലാം തന്നെ ഇവിടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന സന്ദേശത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള പ്രഭാഷണങ്ങളും ലഘുലേഖകളിലൂടെ മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള മറ്റു മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തിയും അങ്ങനെ വളരെ പ്രധാനപ്പെട്ട അതിസുപ്രധാനമായ ചില സന്ദേശങ്ങളാകുന്നു ലൈറ്റ് കോൺഫറൻസിലൂടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ മാനവ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് നൽകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. തൊട്ടു മുമ്പ് നാം കേട്ട 2 സംസാരത്തിലും കേരളത്തിന് മറക്കാൻ കഴിയാത്ത വലിയ പ്രയാസങ്ങൾ സൃഷ്ടിച്ചൊരു ദുരന്തത്തെ സംബന്ധിച്ച്, പ്രളയത്തെ സംബന്ധിച്ച് നമ്മൾ അനുസ്മരിക്കുകയുണ്ടായി. അതിൻ്റെ പ്രശ്നങ്ങളുമായി കൊണ്ട് മുന്നോട്ട് പോകുന്നതിനിടയിൽ എന്തുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അതിൽ നിന്ന് നമ്മൾ ചിലത് ഉൾക്കൊള്ളേണ്ടതുണ്ട്, ചില പാഠങ്ങൾ ഗ്രഹിക്കേണ്ടതുണ്ട് എന്നുള്ള വലിയ ഒരു ചിന്തയിലൂടെ മനുഷ്യരെ ഒന്നടങ്കം ചിന്തിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ചില സന്ദേശങ്ങൾ നൽകുകയാണ്. ഇവിടെ ഈ സന്ദർഭത്തിലും നമ്മൾ ആലോചിക്കേണ്ടത് മനുഷ്യരെല്ലാം തന്നെ ഒന്നായി തീർന്നൊരു നിമിഷമായിരുന്നു ആ പ്രളയ ദുരന്തത്തിലൂടെ കേരളം കണ്ടത് എന്നുള്ളത് നമ്മളൊക്കെ മനസ്സിലാക്കി. കേരളത്തിന് പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവരെല്ലാം തന്നെ മലയാളികളായ കേരളീയരെ വാനോളം പുകഴ്ത്തുകയും അഭിനന്ദിക്കുകയും പ്രശംസിക്കുകയും ചെയ്ത സന്ദർഭങ്ങളായിരുന്നു. ലോകത്തിലെ വിവിധ രാഷ്ട്രങ്ങൾ കേരളീയ ജനത അനുഭവിച്ച പ്രയാസങ്ങളിൽ ആശ്വാസം പകരുന്നതിനു വേണ്ടി, അവരുടെ ജീവിതത്തിൽ ചെറിയ സാന്ത്വനങ്ങൾ നൽകുന്നതിന് വേണ്ടി തങ്ങളാൽ കഴിയുന്ന സഹായ സഹകരണങ്ങളും സമാധാന വൃത്താന്തങ്ങളും നൽകിക്കൊണ്ട് അവരെ ആശ്വസിപ്പിച്ചു. കാരണം മനുഷ്യന്റെ മുന്നിൽ അവൻ ചിന്തിക്കുവാനുള്ള വലിയ പ്രധാനപ്പെട്ട ഒരു പാഠമാകുന്നു മനുഷ്യരെ നാം ഒന്നാകുന്നു എന്നുള്ളത്. ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തൻ വാഹിദ വഅന റബ്ബുക്കും ഫഅബ്ദൂൻ. മനുഷ്യരെ, നിങ്ങൾ ഒരേ ഒരു ജനതയാകുന്നു, ഞാൻ നിങ്ങളുടെ സൃഷ്ടാവുമാണ് എന്ന സൃഷ്ടാവിൻ്റെ സന്ദേശമാകുന്നു ഇവിടെ നമ്മൾ കൃത്യമായി നാം അറിയുകയും നാം അത് ഉൾക്കൊള്ളുകയും ജനങ്ങളിലേക്ക് അത് എത്തിക്കുകയും ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന് വളരെ കൃത്യമായി കൊണ്ട് ചില ലക്ഷ്യങ്ങളുണ്ട്. ഇസ്ലാം എന്ന് പറയുന്നത് ഭൗതികമായ ചില ആൾക്കൂട്ടങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന
ചില പ്രവർത്തനങ്ങളോ അവരുടെ ചില സംസാരങ്ങളോ ചില വാക്കുകളോ ചില പേജുകളിലെ ശബ്ദങ്ങളോ അല്ല ഇസ്ലാം. മറിച്ച് ഇസ്ലാം എന്ന് പറയുന്നത് കൃത്യവും വ്യക്തവും നിറഞ്ഞ ഒരാദർശ പ്രസ്ഥാനമാകുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ മനുഷ്യരോടുമായിക്കൊണ്ട് ഇസ്ലാമിന്റെ സന്ദേശം എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചു നിൽക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഈ ഒരു ലോകത്തേക്ക് മനുഷ്യാരംഭം മുതൽക്ക് തന്നെ ഇസ്ലാമിനെ പ്രബോധനം ചെയ്യുന്നതിന് വേണ്ടി, ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ മനുഷ്യരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി സൃഷ്ടാവ് മനുഷ്യരിൽ നിന്ന് തന്നെ പ്രത്യേകം തെരഞ്ഞെടുത്ത പ്രവാചകന്മാരെ നിയോഗിച്ചു കൊണ്ടിരുന്നു. ആ പ്രവാചകന്മാരിലെ അവസാനത്തെ കണ്ണിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ എക്കാലഘട്ടത്തിലെയും ജനതയിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഏതൊക്കെ പ്രദേശങ്ങളിൽ ഇസ്ലാമിന്റെ സന്ദേശവുമായി കൊണ്ട് പ്രവാചകന്മാർ കടന്നു വന്നിട്ടുണ്ടോ ആ സന്ദർഭത്തിലെല്ലാം തന്നെ ഉണ്ടായ ചില ദുരനുഭവങ്ങളുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ സന്ദേശത്തിലൂടെ നമുക്കത് കാണാൻ സാധിക്കും. യാ ഹസ്റതൻ അലൽ ഇബാദ് മാ യഅതിഹിം മിർ റസൂലിൻ ഇല്ലാ കാനൂ ബിഹി യസ്തഹ്സിഊൻ. എന്തൊരു സങ്കടമാണ്, എന്തൊരു ദുഃഖകരമായ കാഴ്ചയാണ്. എവിടേക്കെല്ലാം തന്നെ പ്രവാചകന്മാർ കടന്നു വന്നിട്ടുണ്ടോ ആ പ്രവാചകന്മാരെ പരിഹസിച്ചുകൊണ്ട്, ആ പ്രവാചകന്മാരെ ഇകഴ്ത്തിക്കൊണ്ട്, ആ പ്രവാചകന്മാരെ പുച്ഛമായിക്കൊണ്ട് സമൂഹത്തിന്റെ മുന്നിൽ എടുത്തു കാണിക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തിയ ഒരാൾക്കൂട്ടം എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു. ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകൾ, ഇസ്ലാമിനെ വിമർശിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഞാനത് ഇല്ല എന്ന് പറയുന്നില്ല. കാരണം നമ്മൾ ജീവിക്കുന്ന, പ്രത്യേകിച്ചും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ബഹുമത പ്രസ്ഥാനങ്ങൾ നിലനിൽക്കുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിമഹത്തായ ഒരു ഭരണഘടന നമുക്ക് നൽകിയിട്ടുണ്ട്. അവനവന് ഇഷ്ടമുള്ള മതങ്ങൾ തിരഞ്ഞെടുക്കുവാനും അതനുഷ്ഠിച്ചുകൊണ്ട് ജീവിക്കുവാനും അതിലേക്ക് മറ്റുള്ളവരെ ക്ഷണിക്കുവാനുമുള്ള കൃത്യമായ അവകാശം വകവെച്ച് നൽകിയിട്ടുള്ള ഒരു ഭരണഘടനയുടെ കീഴിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ഇന്ത്യ രാജ്യത്ത് എന്ന് മാത്രമല്ല, മനുഷ്യ വംശത്തോളം തന്നെ പഴക്കമുള്ള ചില ശബ്ദങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇസ്ലാമിനെ വളരെ നഖശികാന്തം എതിർത്തുകൊണ്ട്, ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ എന്ത് എന്ന് മനസ്സിലാക്കിയിട്ടില്ലാത്ത കുറെ ആളുകൾ ഇസ്ലാമിനെ വിമർശിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സങ്കടകരമായ വസ്തുത. അതുകൊണ്ട് തന്നെ ഇസ്ലാം എന്ന് പറയുന്നത് മറ്റു നാട്ടിൽ നിലനിൽക്കുന്ന മതങ്ങളെ പോലെ ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് ചേർത്തിക്കൊണ്ട് പറയുന്ന ഒരു മതമല്ല ഇസ്ലാം. അതല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളിലേക്ക് ചേർത്തിക്കൊണ്ട്, നമ്മുടെ നാട്ടിൽ ഇന്ന് അറിയപ്പെടുന്ന പല മതങ്ങളും ചില വ്യക്തികളിലേക്ക് ചേർത്തുകൊണ്ട് അറിയപ്പെടുന്നു. ബുദ്ധമതമായിരുന്നാലും ക്രിസ്തു മതമായിരുന്നാലും അതെല്ലാം തന്നെ ചില വ്യക്തികളിലേക്ക് ചേർത്തുകൊണ്ട് അറിയപ്പെടുന്നു. ഹിന്ദു മതമാകട്ടെ ഇന്ത്യ എന്ന പ്രദേശത്തിലേക്ക് ചേർത്തുകൊണ്ട് പറയപ്പെടുന്നു. അതുപോലെ തന്നെ യഹൂദ മതം എന്നുള്ളത് ചില പ്രത്യേക ഗോത്രത്തിലേക്ക് ചേർത്തുകൊണ്ട് പറയപ്പെടുന്നു. പക്ഷേ ഇസ്ലാം അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു വിഭാഗത്തെ പ്രത്യേകമായി ശ്രദ്ധിച്ചുകൊണ്ടല്ല ഇസ്ലാമിന്റെ സന്ദേശമുള്ളത്. മറിച്ച് ഇസ്ലാം അത് മനുഷ്യന് നൽകുന്ന സമാധാനമാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ ആ വാക്കിനർത്ഥം ഭീകര പ്രസ്ഥാനമെന്നോ അതല്ലെങ്കിൽ സമൂഹത്തെ പീഡിപ്പിക്കുന്ന പ്രസ്ഥാനമെന്നോ അതിനർത്ഥമില്ല. മറിച്ച് ഇസ്ലാം എന്നുള്ള ആ പദത്തിന്റെ നിഷ്പത്തിയിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുകയാണെങ്കിൽ സമാധാനം എന്ന് പറയുന്ന അതിമഹത്തായ ഒരു സന്ദേശമാകുന്നു ഇസ്ലാം മനുഷ്യന് നൽകുന്നത്. ആ പദം പോലും അതാണ് പഠിപ്പിക്കുന്നത്. പക്ഷേ മനുഷ്യരെന്നത് മനസ്സിലാക്കുന്നില്ല. പലരും തന്നെ വിമർശിക്കുന്നത് എന്താണ് ഇസ്ലാം എന്ന് പഠിച്ചിട്ടില്ലാത്ത ആളുകൾ, എന്താണ് ഇസ്ലാം എന്ന് അറിഞ്ഞിട്ടില്ലാത്ത ആളുകൾ ഇസ്ലാമിനെ എതിർക്കുകയും വിമർശിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ആരും തന്നെ മറന്നിട്ടില്ല, 2 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇന്ത്യ രാജ്യം ഏറ്റവും കൂടുതൽ ദുഃഖസ്വാഗമായി തീർന്ന ഒരു ദിവസമുണ്ടായിരുന്നു. നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഡിസംബർ മാസമാണല്ലോ. ഇതുപോലുള്ളൊരു ഡിസംബർ മാസത്തിലെ 6-ാം തീയതി ഇന്ത്യയിലെ ജനങ്ങൾ, മനസാക്ഷിയുള്ളവരുടെ മുഴുവൻ മനസ്സും വേദനിച്ച, മുറിവേറ്റ ഒരു ദിവസമായിരുന്നു ഡിസംബർ 6-ാം തീയതി. അതായത് ഇന്ത്യയുടെ മതേതരത്വത്തിന് കളങ്കം ചാർത്തിക്കൊണ്ട് നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ബാബരി മസ്ജിദിന്റെ താഴികക്കുടങ്ങൾ തല്ലിത്തകർത്ത ദിവസമായിരുന്നു. പക്ഷേ നമ്മളൊന്ന് മനസ്സിലാക്കണം, ആ പ്രവർത്തനങ്ങൾക്ക്, കരസേവാ പ്രവർത്തനങ്ങൾക്ക് കാര്യമായും അതിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്ന ആളുകൾ അവരാരൊക്കെയായിരുന്നു എന്നുള്ളത് ഇന്ത്യ രാജ്യം മറന്നുപോയിട്ടില്ല. ആരായിരുന്നു അതിന്റെ നേതൃത്വം കൊടുത്തത് എന്ന് ഇന്ത്യക്കാരുടെ മുന്നിൽ പ്രത്യേകമായി ഇനി അത് പറഞ്ഞ് ഓർമ്മിപ്പിക്കേണ്ട വിഷയവുമില്ല. പക്ഷെ അവിടെ നമ്മൾ അറിയേണ്ട ചില വിഷയങ്ങളുണ്ട്. ആ കരസേവയിൽ പങ്കെടുത്തുകൊണ്ട് ഇന്ത്യയുടെ അഭിമാനത്തിന് തന്നെ കളങ്കം ചാർത്തുന്നതിന് വേണ്ടി
പ്രയത്നിച്ച വ്യക്തികളിൽപ്പെട്ട ചില ആളുകൾ ഇന്ത്യയിൽ നിന്ന് തങ്ങളുടെ ജീവിതത്തിന്റെ ഭൗതികമായ ജീവിതത്തിന്റെ ജോലി ആവശ്യാർത്ഥം വിദേശത്തെത്തിപ്പെടുകയും അങ്ങനെ വിദേശത്തെത്തിയപ്പോൾ അതിമഹത്തായ ചില യാഥാർത്ഥ്യങ്ങൾ അവരുടെ മനസ്സിലേക്കും അവരുടെ ഹൃദയത്തിലേക്കും എത്തുവാനുള്ള അവസരമുണ്ടായി. എന്താണ് ഇസ്ലാം എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുവാൻ ഗൾഫ് നാടുകളിൽ എത്തിപ്പെടുകയും ഇസ്ലാമിനെ അറിയാനും മനസ്സിലാക്കുവാനും അവസരം ലഭിച്ചപ്പോൾ ഇന്ത്യയുടെ ബാബരി മസ്ജിദിന്റെ താഴികക്കുടങ്ങൾ തല്ലി തകർക്കുന്നതിൽ മുൻപന്തിയിലുണ്ടായിരുന്ന ചില ആളുകൾ അവിടെ വെച്ച് ഇതാണോ ഇസ്ലാം എന്ന് പറഞ്ഞുകൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ട് കരയുകയും അങ്ങനെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് ഉരുവിട്ടുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്നുള്ളത് ഇന്ത്യക്കാർ മറന്നുപോയിട്ടില്ല. അതുകൊണ്ട് എന്താണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? കാരണം ഇന്നും നമുക്കറിയാം ഇസ്ലാമിനെ വിമർശിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ ഏതാനും ദിവസങ്ങളിലൂടെ ായിക്കൊണ്ട് പത്രങ്ങളിലൂടെയും അതുപോലെ തന്നെ വാർത്താ മീഡിയകളിലൂടെയും എല്ലാം തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ചില പദങ്ങൾ, കിതാബ് എന്നും വാങ്ക് എന്നൊക്കെ പറയുന്ന ചില പദങ്ങളെ വളരെ മോശമായി കൊണ്ട് സമൂഹത്തിന്റെ മുന്നിലേക്ക് എടുത്തു ധരിച്ചുകൊണ്ട് അതുമായി കൊണ്ട് പുറകിൽ പോകുന്ന ചില ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. എന്തേ അതിന് കാരണം? ഇസ്ലാം എന്താണ് എന്നവർ മനസ്സിലാക്കിയില്ല. പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കിയ അൽ കിതാബ് എന്ന് പറയുന്ന സ്രഷ്ടാവിന്റെ സന്ദേശമായ ബ്രിന്നലിൽ നിന്ന് മണ്ണിലേക്ക് നൽകപ്പെട്ട അവസാനത്തെ വേദഗ്രന്ഥത്തെയാണ് അൽ കിതാബ് എന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയത്. ആ കിതാബ് എന്താണ് എന്നവർ മനസ്സിലാക്കിയില്ല. അതുകൊണ്ട് തന്നെയാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ കേരളത്തിന്റെ മുഴുവൻ ദിക്കുകളിലും മുഴുവൻ ജില്ലകളിലും മുഴുവൻ മനുഷ്യരുടെയും ശ്രദ്ധ ക്ഷണിപ്പിച്ചുകൊണ്ട് എന്താണ് ഇസ്ലാം എന്നുള്ളത് അവരെ പരിചയപ്പെടുത്തി കൊടുക്കുവാൻ വേണ്ടി തീരുമാനിച്ചത്. കാരണം അന്നാസു അഅദാഉ മാ ജഹിലു, മനുഷ്യൻ അവൻ അറിയാത്തതിന്റെ ശത്രുവാണ്. അതുകൊണ്ടായിരുന്നു ഇവിടെ കരസേവകർ മറ്റിടവും വലവും നോക്കാതെ ചില ആളുകളുടെ ദുഷ്പ്രേരണകൾക്ക് വശംവദരായിക്കൊണ്ട് ദുഷ്പ്രവർത്തനങ്ങൾക്ക് പ്രവർത്തനത്തിന് അവസരം നോക്കിയത്. അതുകൊണ്ട് തന്നെ അവർക്ക് സത്യം മനസ്സിലായപ്പോൾ ആ സത്യം ഉൾക്കൊള്ളുവാൻ അവർ തയ്യാറായി. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മുടെ ബാധ്യതയാണ്, ജീവിച്ചിരിക്കുന്ന മുഴുവൻ മുസ്ലിങ്ങളുടെയും ബാധ്യതയായിക്കൊണ്ട് സ്രഷ്ടാവിന്റെ സന്ദേശത്തിൽ നമുക്ക് കാണാൻ കഴിയും. വകദാലിക ജഅൽനാകും ഉമ്മതൻ വസത ലിതകൂനു ശുഹദാ അലന്നാസ് വയകൂന റസൂലു അലൈക്കും ഷഹീദാ. ഈ ഖുർആൻ ഉൾക്കൊണ്ട മനുഷ്യർ, ഖുർആനിന്റെ സന്ദേശം നെഞ്ചോട് ചേർത്തിട്ടുള്ള ആളുകൾ അവരൊരു മീഡിയേറ്ററായി വർത്തിക്കേണ്ടതുണ്ട്. അവരൊരു മധ്യമ സമൂഹമായി നിലനിൽക്കേണ്ടതുണ്ട്. പ്രവാചകൻ എന്താണോ കൊണ്ടുവന്ന് പഠിപ്പിച്ചത് അതവർ കൃത്യമായി മനസ്സിലാക്കുക. എന്നിട്ട് ആ സന്ദേശം ഇവിടെയുള്ള മാലോകരിലേക്ക്, മനുഷ്യരിലേക്ക് എത്തിക്കുക. മുസ്ലിങ്ങളിലേക്ക് എന്നോ വിശ്വാസികളിലേക്ക് എന്നല്ല പറഞ്ഞത്, മുഴുവൻ മനുഷ്യരിലേക്കും എത്തിക്കുവാനുള്ള ആ ഒരു ചുമതലയാണ് ഇസ്ലാം മുസ്ലിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് വളരെ വ്യക്തമായി കൊണ്ട് ഇസ്ലാം എന്താണ് എന്ന് ഏച്ചുകെട്ടലുകളില്ലാതെ, കൂട്ടിച്ചേർക്കലില്ലാതെ, വെട്ടിമാറ്റലില്ലാതെ വളരെ കൃത്യമായി കൊണ്ട് ജനങ്ങളോട് പറഞ്ഞ് പഠിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രതിജ്ഞ ഏറ്റെടുത്തിട്ടുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അവരുടെ പ്രബോധന വിഭാഗമായ വിസ്ഡം അതിനു വേണ്ടി മുൻകൈയെടുത്തുകൊണ്ട് ഇതുപോലുള്ള എല്ലാ ദിക്കുകളിലും എല്ലാ ജില്ലകളിലും ഇത്തരത്തിലുള്ള കോൺഫറൻസുകൾ, ലൈറ്റ് കോൺഫറൻസുകൾ സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അറിയാത്തതിന്റെ പേരിൽ ആളുകൾ പലതും പ്രവർത്തിക്കും. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളരെ മോശമായി കൊണ്ട് ചിത്രീകരിച്ചുകൊണ്ടുള്ള ചില ഫിലിമുകൾക്ക് ഇവിടെ ചില ആളുകൾ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുകയും അങ്ങനെ പ്രവാചകനെ കുറിച്ചുള്ള ചില സിനിമയെല്ലാം തന്നെ ഉണ്ടാക്കി. അവസാനം ആ സിനിമയുടെ നിർമ്മാതാവ് അവസാനം ഇസ്ലാമിലേക്ക് കടന്നു വന്ന് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ത്യവിശ്രമം കൊള്ളുന്ന മദീനയിലും അതുപോലെ തന്നെ ഇസ്ലാമിന്റെ കേന്ദ്രമായ പരിശുദ്ധ കഅബ ശരീഫ് നിലനിൽക്കുന്ന മക്ക എന്ന പുണ്യഭൂമിയിലും ചെന്നുകൊണ്ട് തന്റെ മനസ്സിലൂടെ ആദ്യമായി തെറ്റിദ്ധരിച്ചിട്ടുള്ള വിഷയങ്ങൾ സ്രഷ്ടാവിന്റെ മുന്നിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞ രംഗങ്ങൾ നമ്മൾ പത്രങ്ങളിലൂടെയും മാധ്യമങ്ങളിലൂടെ നമ്മൾ വായിച്ചു. എന്തേ അതിന് കാരണം? മനുഷ്യൻ അറിയുന്നില്ല, അതുകൊണ്ട് തന്നെ അവൻ ശത്രുവായി മാറുകയാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഞങ്ങൾക്ക് പറയാനുള്ളത് ഇസ്ലാം എന്ന് പറയുന്നത് അത് നിങ്ങളുടെ കൂടെ മതമാണ്. എന്റെ ശബ്ദം കേൾക്കുന്ന ആരൊക്കെയുണ്ടോ അവരോടെല്ലാവരോടുമായി കൊണ്ടാണ് പറയുന്നത്, ഇസ്ലാം മുഴുവൻ മനുഷ്യർക്കുമുള്ളതാണ്. അവിടെ അതിർവരമ്പുകളില്ല, അവിടെ വേലിക്കെട്ടുകളില്ല,
അവിടെ ഏതെങ്കിലും തരത്തിലുള്ള അസ്പൃശ്യതയില്ല. എല്ലാം തന്നെ എല്ലാവരും ഒന്നാണ് എന്നുള്ള സന്ദേശം അതേ ഇസ്ലാമിന്റെ ഒന്നാമത്തെ പ്രമാണമായ വിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രകാശപർവ്വതം എന്ന് പറയാൻ പറ്റുന്ന ജബലുന്നൂർ, പ്രകാശപർവ്വതം എന്ന മക്കായിലെ ജബലുന്നൂറിലെ ഹിറാ ഗുഹയിൽ വെച്ചാണ് ആദ്യമായി കൊണ്ട് പ്രവാചകന്റെ സന്ദേശം ലഭിച്ചത്. ഖുർആനിന്റെ ഒന്നാമത്തെ കിരണം പ്രവാചകൻ ഏറ്റെടുത്തത് ആ പ്രകാശപർവ്വതത്തിൽ വെച്ചാണ്. അതുകൊണ്ട് തന്നെ ആ പ്രകാശം ഇവിടെ ജനങ്ങളിലേക്ക് എത്തേണ്ടതുണ്ട്. പക്ഷെ പലരും തന്നെ അതിനെ തമസ്കരിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുന്നുണ്ട്. പലരും അതിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പലരും അതിന്റെ ശരിയായ ശോഭയാർന്ന തിളങ്ങുന്ന മുഖത്തെ അത് വികൃതമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഒന്നേ പറയാനുള്ളൂ, സൃഷ്ടാവ് തന്നെ സൂചിപ്പിച്ചു, യുരീദൂന ലിയുത്ഫിഊ നൂറല്ലാഹ്, അള്ളാഹുവിന്റെ പ്രകാശത്തെ ഊതിക്കെടുത്താനാണ് അവർ ശ്രമിക്കുന്നത്. പക്ഷേ ഒരിക്കലും തന്നെ അവർക്ക് സാധിക്കുകയില്ല. വല്ലാഹു മുത്തിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. അവിശ്വാസികൾ അവരെത്ര തന്നെ വെറുത്താലും ശരി, ഈ ഒരു സന്ദേശം ഇവിടെ കൃത്യമായും പുലരുക തന്നെ ചെയ്യും. കൊട്ടാരങ്ങളിൽ മാത്രമല്ല, കുടിലുകളിൽ മാത്രമല്ല, നഗരങ്ങളിൽ മാത്രമല്ല, ഗ്രാമാന്തരങ്ങളിലും ഈ ഒരു സന്ദേശം എത്തിച്ചുകൊണ്ട് അത് കൃത്യമായി ആ ഒരു സന്ദേശം എല്ലായിടത്തും എത്തിക്കുക എന്നുള്ളത് അള്ളാഹു ഏറ്റെടുത്തിരിക്കുകയാണ്. അതിന് ഓരോ കാലഘട്ടത്തിലും അതിനു വേണ്ടി പ്രത്യേകമായ ആളുകളെ അള്ളാഹു കണ്ടെത്തുന്നു. ഇപ്പോൾ ആ സന്ദേശം എത്തിക്കുന്നതിന് വേണ്ടി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രബോധന വിഭാഗമായ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനാണ് ആ ഒരു കർത്തവ്യം ഇവിടെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഖുർആനാണ് ഞങ്ങൾക്ക് ജനങ്ങളോട് പറയാനുള്ളത്. ഖുർആനിന്റെ സന്ദേശമാണ്. നിങ്ങൾ ഏതൊക്കെ വിമർശനങ്ങളുമായി കടന്നു വരുന്നുണ്ടോ, ഏതെല്ലാം രൂപത്തില് ഇസ്ലാമിനെ ഇകഴ്ത്തുന്നതിന് വേണ്ടി ഇസ്ലാമിന്റെ സുന്ദരമായ മുഖം അതിനെ പരിഹാസത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുവെങ്കിൽ ഒന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ, അറിയാത്തതിന്റെ പേരിലാണ്. നിങ്ങൾ അറിയണം, അടുക്കണം. ഇവിടെ ഇസ്ലാമിന് വേണ്ടി ഒരുപാട് ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ആ ഗ്രന്ഥങ്ങളെല്ലാം തന്നെ രചിച്ചിട്ടുള്ള പലരെയും നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു കാലത്ത് ഇസ്ലാമിന്റെ ശത്രുക്കളായിരുന്നു അവർ. മുഹമ്മദ് മാർമടിയുക്ക് പിക്താൾ എന്ന് പറയുന്ന പരിശുദ്ധ ഖുർആനിനെ പരിഭാഷപ്പെടുത്തിയ മഹാനായ വ്യക്തിത്വം, അദ്ദേഹം ഒരു കാലത്ത് മുസ്ലിം ആയിരുന്നില്ല. പക്ഷേ ഇസ്ലാമിനെ മനസ്സിലാക്കാൻ അവസരം കിട്ടിയപ്പോൾ, ഇസ്ലാം എന്താണ് എന്ന് അറിഞ്ഞപ്പോൾ, ഖുർആൻ എന്താണ് എന്ന് ഗ്രഹിച്ചപ്പോൾ അദ്ദേഹം അത് നെഞ്ചോട് ചേർത്തു. ആ ഖുർആനിന്റെ സന്ദേശം അദ്ദേഹം മനസ്സിലാക്കി. മാത്രമല്ല, ഇത് ഞാൻ മനസ്സിലാക്കി ഒളിപ്പിച്ചു വെക്കേണ്ടതല്ല, ഇത് മുഴുവൻ ആളുകളിലേക്കും എത്തിക്കണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നടത്തിയ വ്യക്തി. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ആ ഖുർആനിൽ ഒരിടത്ത് പോലും ഇത് മുസ്ലിങ്ങളുടെ ഗ്രന്ഥമാണ് എന്ന് പറയുന്നില്ല. ആ ഖുർആനിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇത് മക്കക്കാർക്കുള്ളതാണ്, അതല്ലെങ്കിൽ വിശ്വാസികൾക്കുള്ളതാണ് എന്നല്ല പറയുന്നത്. മനുഷ്യർക്കുള്ളതാണ്. ഹുദൽ ലിന്നാസ്, മനുഷ്യർക്കുള്ളതാണ്. അതുപോലെ തന്നെ ഖുർആൻ പരിചയപ്പെടുത്തിയ ആ ഖുർആനിനെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി സ്രഷ്ടാവ് തെരഞ്ഞെടുത്ത അന്തിമ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം ഒരിക്കലും തന്നെ ഞാൻ മുസ്ലിങ്ങളുടെ പ്രവാചകനാണ് എന്ന് പറഞ്ഞിട്ടില്ല, ഞാൻ മക്കായിലേക്കുള്ള പ്രവാചകനാണ് എന്ന് പറഞ്ഞിട്ടില്ല. പല വിഷയങ്ങളിലും പലതരത്തിലുള്ള കലഹങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടം, ഭാഷയുടെ പേരിൽ, അതുപോലെ തന്നെ നിറത്തിന്റെ പേരിൽ, ഗോത്രങ്ങളുടെ പേരിൽ പലതരത്തിലുള്ള സ്വാരസ്യങ്ങൾ നിലനിൽക്കുന്ന കാലത്ത് പോലും പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ വംശത്തിലേക്ക് തിരിഞ്ഞുകൊണ്ടോ, തൻ്റെ നിറത്തെ പുകഴ്ത്തിക്കൊണ്ടോ, തൻ്റെ ഭാഷയെ എടുത്തു പറഞ്ഞുകൊണ്ടോ ഞാൻ അത്തരത്തിലുള്ളൊരു വ്യക്തതാണ് എന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച് വിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ നമ്മോട് പറയുന്നത് യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ, ഞാൻ മുഴുവൻ മനുഷ്യരിലേക്കുമുള്ള പ്രവാചകനാണ്. ഇവിടെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന മുഹമ്മദ്, ജോസഫ്, അതുപോലെ തന്നെ രാഘവൻ, ഏതൊക്കെ പേരുകളിൽ അറിയപ്പെടുന്നവരുണ്ടോ എല്ലാവർക്കുമാണ് മുഹമ്മദ് നബി എന്നുള്ള പ്രവാചകൻ. ആ പ്രവാചകൻ എല്ലാവരുടെയും പ്രവാചകനാണ്. ആ പ്രവാചകനിലൂടെ അവസാനമായി കൊണ്ട് സൃഷ്ടാവ് നൽകിയിട്ടുള്ള വേദഗ്രന്ഥമായ ഖുർആൻ, ആ ഖുർആൻ എല്ലാവരുടേതുമാണ്. അതുപോലെ തന്നെ ഖുർആൻ പരിചയപ്പെടുത്തുന്ന സൃഷ്ടാവിനെ സംബന്ധിച്ച് അറബികളുടെ രക്ഷിതാവ് എന്നല്ല പറഞ്ഞത്, റബ്ബുൽ ആലമീൻ. ഈ ലോകങ്ങളുടെ മുഴുവൻ
എല്ലാ ലോകങ്ങളെയും മനുഷ്യര്, പക്ഷികൾ, പറവകൾ, ജന്തുക്കൾ, ഇഴജീവികൾ, ഇങ്ങനെ ഏതൊക്കെ വർഗങ്ങൾ ഇവിടെയുണ്ടോ മനുഷ്യന്റെ ദൃഷ്ടികൾക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയുന്നില്ലെങ്കിലും നമ്മോടൊപ്പം തന്നെയുള്ള പല വർഗങ്ങളും ഇവിടെയുണ്ട്. ജിന്നുകളും അതുപോലെ തന്നെ നമുക്ക് സഹായകമായി കൊണ്ട് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള മലായിക്കത്തുകൾ നമ്മുടെ കൂടെയുണ്ട്. എല്ലാ വിഭാഗത്തെയും സൃഷ്ടിച്ചുകൊണ്ട് അതിനെയെല്ലാം തന്നെ നിയന്ത്രിച്ചുകൊണ്ട് അതിനെയെല്ലാം തന്നെ വളരെ കൃത്യമായി അതിൻ്റെ ആവശ്യമായ ആവാസ വ്യവസ്ഥകളെല്ലാം തന്നെ സംവിധാനിച്ച സ്രഷ്ടാവിനെയാണ് ഖുർആൻ പരിചയപ്പെടുത്തിയത്. റബ്ബുൽ ആലമീൻ, റബ്ബുൽ ആലമീൻ, ലോകങ്ങളുടെ സൃഷ്ടാവ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഈ ഒരു സന്ദേശം വെളിപ്പെടുത്തുന്ന വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തെ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഇതൊരിക്കലും തന്നെ സമൂഹത്തിന് ദ്രോഹകരമായ യാതൊരു പ്രവർത്തനത്തിനും ഒരാസൂത്രണവും അതിന്റെ തുടക്കം മുതൽ ഇന്ന് വരെയും ഇനി ഇതേ രീതിയിലൂടെ തുടർന്നു പോകുന്ന കാലമത്രയും ജനദ്രോഹപരമായ യാതൊന്നും ഉണ്ടാക്കുകയില്ല. ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കും അത് ആസൂത്രണം നൽകിയിട്ടില്ല. അത്തരത്തിലുള്ളൊരു ആലോചനയുമില്ല. മറിച്ച് സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി. നമുക്കറിയാം, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഈ ഒരു പ്രസ്ഥാനത്തിന്റെ ആദ്യകാല നേതാക്കളായിരുന്ന അവർ വളരെ ശക്തിയുക്തം ഈ ഒരു പ്രസ്ഥാനം ഇതിന്റെ ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുടെ ആദ്യത്തെ തലമുറ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അങ്ങേയറ്റം പ്രയത്നിച്ച മഹത്തുക്കളായിരുന്നു എന്ന് കാണാൻ സാധിക്കും. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വഹാബി മൂവ്മെന്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പ്രസ്ഥാനത്തെ തന്നെ നമുക്ക് ചരിത്രങ്ങളിലൂടെ കാണാൻ സാധിക്കും. എന്തേ അതിന് കാരണം? പിറന്ന നാട്ടിന് വേണ്ടി ആ പിറന്ന നാട്ടിൽ കഴിഞ്ഞുകൂടുന്ന മനുഷ്യർക്ക് വേണ്ടിയുള്ള നന്മകൾ ചെയ്യുമ്പോൾ മാത്രമേ ഖുർആനിന്റെ സന്ദേശം ഉൾക്കൊള്ളുന്ന ഒരു യഥാർത്ഥ മുസൽമാനായി മാറുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ ജാതി നോക്കേണ്ടതില്ല. ഇവിടെ പ്രളയം വന്നപ്പോൾ അടുത്ത വീട്ടിലുള്ളത് ആരുടെ വീടാണ് എന്ന് നമ്മൾ നോക്കിയില്ല. കൈ നീട്ടിക്കൊണ്ട് ഭക്ഷണത്തിന് വേണ്ടി കൊണ്ടിരുന്നപ്പോൾ അവിടെ അവന്റെ ജാതി ഏതാണ്, മതമേതാണ്, കുലമേതാണ് എന്ന് നോക്കിയില്ല. എന്നതുപോലെ തന്നെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം അതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട 947 ആ സന്ദർഭത്തിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഇന്ത്യക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നം ഇന്ത്യയുടെ സ്വാതന്ത്ര്യം തന്നെയായിരുന്നു. ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മഹാത്മാഗാന്ധിയോടൊപ്പം അതുപോലെ തന്നെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനോടൊപ്പം അവരുടെ തോളോട് തോൾ ചേർന്നുകൊണ്ട് പ്രവർത്തിച്ച മൗലാന അബുൽ കലാം ആസാദ്, അതുപോലെ തന്നെ നമ്മുടെ നാട്ടുകാരനായ ഈ മൊയ്ദ് മൗലവി സാഹിബ്, KM മൗലവി സാഹിബ്, അതുപോലെ തന്നെ നിയമസഭാ സ്പീക്കറായിക്കൊണ്ട് ദീർഘകാലം കേരള നിയമസഭയെ നിയന്ത്രിച്ചിരുന്ന KM സിദ്ദി സാഹിബ്, ഇവരെല്ലാം തന്നെ ഈ പ്രസ്ഥാനത്തിന്റെ ആദ്യകാല വക്താക്കളാണ്. അവിടെ ഒരിക്കലും തന്നെ അവര് മതത്തെ മാറ്റിവെച്ചുകൊണ്ടല്ല, മതം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അവിടെ ഗാന്ധിജിയെ തന്റെ കൂടെ നിർത്തിക്കൊണ്ട് പ്രവർത്തിപ്പിക്കുവാൻ, അതുപോലെ തന്നെ മതം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ മതത്തിനോട് അത്ര തന്നെ താല്പര്യമില്ലാത്ത ജവഹർലാൽ നെഹ്റുവിനോടൊപ്പം പ്രവർത്തിക്കുവാൻ മൗലാന ആസാദിന് പ്രയാസമുണ്ടായില്ല. അദ്ദേഹം ഒരു നിസ്സാരക്കാരനായ വ്യക്തിയല്ല. കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ അധ്യക്ഷ പദവിയിൽ ഇരുന്ന വ്യക്തിത്വം എന്നുള്ളത് ഇന്നും നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കുന്ന, അതോടൊപ്പം തന്നെ പരിശുദ്ധ ഖുർആനിന് തർജുമാനുൽ ഖുർആൻ എന്ന് പറയുന്ന ഉറുദുവിലേക്കുള്ള ഖുർആനിന്റെ പരിഭാഷ നടത്തിയ മഹാവ്യക്തിത്വമായിരുന്നു, പണ്ഡിതനായിരുന്നു അദ്ദേഹം. ഇങ്ങനെ നമ്മൾ എടുത്തു നോക്കിയാൽ ഒരുപാട് പ്രവർത്തനങ്ങൾ. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് ഇത് നമ്മുടെ മാതൃരാജ്യമാണ്. ആ മാതൃരാജ്യത്ത് നമ്മൾ ജീവിക്കേണ്ടവരാണ്. ഇവിടെ നമുക്ക് നമ്മുടെ ഭരണഘടന അനുവദിച്ചു തന്നിട്ടുള്ള ആ കൃത്യമായ അവകാശങ്ങളും ആനുകൂല്യങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ മണ്ണിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ മണ്ണിൽ കഴിഞ്ഞുകൂടുന്ന മുഴുവൻ മനുഷ്യർക്കു വേണ്ടിയുള്ള പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അതോടൊപ്പം തന്നെ തനിക്ക് ഇവിടുത്തെ ഭരണഘടന അനുവാദം നൽകിയിട്ടുള്ള മതം ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ യാതൊരു വിധത്തിലുള്ള നീക്കുപോക്കും നടത്താത്ത വിധത്തിൽ മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കണം. അതാണ് ഇവിടെ ഇസ്ലാമിന്റെ വക്താക്കൾ എന്നുള്ള നിലയ്ക്ക് നമുക്ക് സമൂഹത്തോട് പറയാനുള്ളത്. ഒന്നാമതായിക്കൊണ്ട് നമ്മൾ മുസ്ലിങ്ങളാണ്, അതോടൊപ്പം തന്നെ നമ്മൾ ഇന്ത്യക്കാരനാണ്, കേരളീയനാണ് എന്നുള്ള മനുഷ്യനാണ് എന്നുള്ള വ്യക്തിത്വം. അതിന് പോരലേൽക്കുന്ന, അതിന് ഏതെങ്കിലും തരത്തിലുള്ള വിഘാതം സൃഷ്ടിക്കുന്ന യാതൊന്നും ഇസ്ലാം പറയുന്നില്ല. വ്യത്യസ്ത മതങ്ങൾ കഴിഞ്ഞു
കഴിഞ്ഞുകൂടുന്ന പ്രദേശത്ത് ജീവിക്കുമ്പോൾ വലാ തസുബ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാ, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണ് ഖുർആനിന്റെ വക്താക്കൾ. പക്ഷേ നമ്മുടെ അയൽവാസിയായ, നമ്മുടെ തൊട്ടപ്പുറത്ത് കഴിഞ്ഞുകൂടുന്ന നമ്മുടെ സഹജീവികളായിക്കൊണ്ട് നമ്മുടെ പ്രശ്നങ്ങളിൽ, ജോലി സ്ഥലങ്ങളിൽ, കളിസ്ഥലങ്ങളിൽ, പൊതുപ്രവർത്തനങ്ങളിൽ നമ്മോടൊപ്പം നിൽക്കുന്ന മറ്റുള്ള മതസ്ഥരായ ആളുകളുണ്ട്. ഖുർആനിന് പറയാനുള്ളത് വലാ തസുബ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാ, അള്ളാഹുവിനെ അല്ലാതെ മറ്റുള്ളവരെ വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന അവരുടെ ആരാധ്യ വസ്തുക്കളെ പുച്ഛമായിക്കൊണ്ട്, മോശമായിക്കൊണ്ട് പറയാൻ പോലും നിങ്ങൾക്ക് സാധ്യമല്ല, പാടില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഖുർആനിന്റെ വക്താവല്ല, നിങ്ങൾ മുസ്ലിമല്ല എന്നാണ് ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, സുദീർഘമായ ഒരു ഉദ്ഘാടന പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കുക, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന അതിമഹത്തായ ഈ ഒരു പ്രസ്ഥാനം ഇവിടെ മനുഷ്യരിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട്, മനുഷ്യന് വേണ്ടിയുള്ള ധർമാധർമ്മങ്ങൾ വിവേചിച്ചുകൊണ്ടുള്ള കൃത്യമായ മാർഗരേഖ പരിശുദ്ധ ഖുർആനിന്റെ സന്ദേശങ്ങളിലൂടെയും അതുപോലെ തന്നെ അതിൻ്റെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ ഏതൊക്കെ മാധ്യമങ്ങൾ, ഏതൊക്കെ മാർഗങ്ങൾ സാധ്യമാകുന്നുണ്ടോ അതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മനുഷ്യ നന്മയ്ക്ക് വേണ്ടി, അതോടൊപ്പം തന്നെ ഈ പ്രളയത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട അതുപോലെ തന്നെ ഒരുപാട് മുന്നറിയിപ്പുകൾ ലോകത്ത് മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ കഥകളിലേക്ക് തിരിയുമ്പോൾ നോഹ പ്രവാചകന്റെ കാലഘട്ടത്തിലുണ്ടായ പ്രളയം, അതുപോലെ തന്നെ സദോം നിവാസികളിലേക്ക് കടന്നു വന്ന ചരൽമഴ, ഭൂമിയെ കീഴ്മേൽ മറിച്ച സംഭവങ്ങൾ, ഇങ്ങനെ വലിയ കൊടുങ്കാറ്റിലൂടെയും പ്രളയത്തിലൂടെയും ഭൂമികുലുക്കത്തിലൂടെയും ഒക്കെ നശിപ്പിക്കപ്പെട്ട പല സമൂഹങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ സമൂഹങ്ങളെ നശിപ്പിക്കാനുള്ള കാരണം എന്തായിരുന്നോ അതേ കാരണങ്ങൾ ഭരണകൂടത്തിന്റെ പോലും ഒത്താശയോടുകൂടി ഇന്ന് പലതും നമ്മുടെ നാട്ടിലേക്ക് ഇറക്കുമതി ചെയ്യാൻ പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ മറക്കാതിരിക്കുക മുന്നറിയിപ്പുകളെ എന്നുള്ളത്. ഇന്ന് അറിയുന്ന, നമുക്ക് കാണാൻ കഴിഞ്ഞ ദുരന്തങ്ങളായിരുന്നാലും അതുപോലെ തന്നെ പ്രമാണങ്ങളിലൂടെ നമുക്ക് പഠിക്കാൻ സാധിക്കുന്ന മറ്റു മുന്നറിയിപ്പുകളെയും നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് എന്താണ് ജീവിതത്തിന്റെ ലക്ഷ്യത്തിനുള്ള മാർഗം, ലക്ഷ്യം കണ്ടെത്താനുള്ള പ്രമാണങ്ങൾ എന്തായിരിക്കണം നമ്മുടെ ലക്ഷ്യമെന്നുള്ളത് കൃത്യമായി തിരിച്ചറിഞ്ഞ് അത് മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ ആ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിതം കെട്ടിപ്പടുക്കണമെന്നുള്ള ഒരു മഹത്തായ ഒരാഹ്വാനം, ഒരു സന്ദേശം നിങ്ങളുടെ മുന്നിലേക്ക് നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ ഉദ്ഘാടന പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ഇന്നും നാളെയും മറ്റന്നാളുമായിക്കൊണ്ട് വ്യത്യസ്തങ്ങളായ സെഷനുകളിലൂടെ വിവിധ പണ്ഡിതന്മാർ നമ്മോട് സംവദിക്കുന്ന വിവിധ വിഷയങ്ങളിലൂടെ നമ്മൾ കാതോർക്കുന്ന ഈ ഒരു മഹാസമ്മേളനത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധ വചനം ഉരുവിട്ടുകൊണ്ട് ഈ ഒരു കർമ്മം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. സല്ലല്ലാഹു വസല്ലം അലാ ഖൈരി ഖൽഖിഹി നബിയിനാ മുഹമ്മദ് വആലിഹി വസഹബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.